മത്സരിക്കുകയാണെങ്കിൽ എന്നെ MLA ആക്കിയ, എന്നെ എല്ലാമാക്കിയ, നിങ്ങളൊക്കെ അറിയുന്ന രാഹുൽ മാങ്കൂട്ടമാക്കിയ എൻ്റെ പാർട്ടിയുടെ ചിഹ്നത്തിൽ, അതായത് കൈപ്പത്തി അടയാളത്തിൽ തന്നെ മത്സരിക്കണം. അതല്ലാതെ ഒരു സ്വതന്ത്രനായ മത്സര രംഗത്തേക്ക് സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താനില്ല, അതിനുള്ള ശ്രമങ്ങൾ വേണ്ട എന്നാണ് വളരെ വൈകാരികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിനോട് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ താൻ പാർട്ടിക്ക് പുറത്തായതുകൊണ്ട് ഞാൻ ശ്രമങ്ങൾ നടത്തുന്നത് എന്തെങ്കിലും ഒരു രീതിയിൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമോ എന്നുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പാർട്ടി ഇനി സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടിയെ മറികടന്നുകൊണ്ട് ഒരു സ്വതന്ത്രനാവുക എന്നുള്ള, അല്ലെങ്കിൽ മറുകണ്ഠം ചാടുക എന്ന ഒരു നിലപാടിലേക്ക് താനില്ല എന്നാണ് വളരെ വൈകാരികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിനോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം ചർച്ച ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ചർച്ച തുടങ്ങുന്നത് തന്നെ താൻ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കുന്നതിന് വല്ല നിയമ തടസ്സങ്ങളുമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ശാസ്തമംഗലം അജിത്തിനോട്, തൻ്റെ അഭിഭാഷകനോട് രാഹുൽ മാങ്കൂട്ടം ആരാഞ്ഞത്. കഴിഞ്ഞ ദിവസം, അതായത് 24-ാം തീയതി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ അത് 28-ാം തീയതിയിലേക്ക് വിധി പറയാൻ മാറ്റുന്നു പത്തനംതിട്ട ജില്ലാ കോടതി. അതോടൊപ്പം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റിമാൻഡ് കാലാവധി ഒരു 14 ദിവസത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന രണ്ട് വിധികളും ഏതാണ്ട് ഒരേ സമയത്ത് വന്നതാണ്. 24-ാം തീയതി ഏതാണ്ട് ഒരേ സമയത്ത് വന്ന വിധികളാണ്. അപ്പോൾ ഇത് വന്നതിന് തൊട്ടു പിന്നാലെ ശാസ്തമംഗലം അജിത്ത് അന്ന് വൈകിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ചപ്പോൾ രാഹുൽ ശാസ്തമംഗലം അജിത്തിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ തടസ്സമുണ്ടോ, നിയമ തടസ്സങ്ങളുണ്ടോ മത്സരിക്കുന്നതിന് എന്നുള്ള ചോദ്യം. അതിനുശേഷം നടന്ന ആ കോൺവെർസേഷനിൽ രാഹുൽ മാങ്കൂട്ടം ശാസ്തമംഗലം അജിത്തിനോട് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മത്സരിക്കുകയാണെങ്കിൽ അത് എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കണം, അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള മത്സരത്തെക്കുറിച്ച്, സ്ഥാനാർത്ഥിയാവലിനെക്കുറിച്ച് താൻ ചിന്തിക്കുന്ന പോലുമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം അഭിഭാഷകനോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരികയാണ്. വളരെ വൈകാരികമായിട്ടാണ് ആ സംസാരം അവസാനിപ്പിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അയാൾക്കിപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നതുമ്പോഴും എല്ലാം പാർട്ടിയാണ് തനിക്ക് എല്ലാം നൽകിയത് എന്നുള്ള ഉത്തമ ബോധ്യവും അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു വൈകാരികമായ പ്രതികരണത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴേ നമ്മുടെ മുമ്പിൽ വലിയ ആശങ്കകൾ, ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. ഇത്രയും ദിവസം നമുക്കൊരു പ്രതീക്ഷ, രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ രാഹുൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ രാഹുലിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് എങ്കിൽ അവിടെ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകൾ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത് 28-ാം തീയതി, ആ 28-ാം തീയതി, അതായത് മറ്റന്നാൾ 28-ാം തീയതി വരുന്ന എല്ലാ ഘട്ടങ്ങളും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അതായത് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ രാഹുലിൻ്റെ കേസ് പരിഗണിക്കുന്നുണ്ട്. അത് 3ാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പം നിലവിൽ ജയിലിൽ കഴിയുന്ന ആ കേസ് പരിഗണിക്കുന്നുണ്ട്. അതിൽ ജാമ്യാപേക്ഷയിൽ വിധി പറയും 28-ാം തീയതി. അതുപോലെ തന്നെ 28-ാം തീയതി ഹൈക്കോടതിയിൽ 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, 1ാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി പറയും. 2ാമത്തെ പരാതി പ്രകാരം സർക്കാർ നൽകിയിരിക്കുന്ന ഒരു അപ്പീലുണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ. അത് 2ാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ്. ആ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കോടതിയിലുമുണ്ട്, ഹൈക്കോടതിയിൽ. അപ്പോൾ ഹൈക്കോടതിയിൽ 2 കേസ് 28-ന് പരിഗണിക്കാനുണ്ട്. അതിനിപ്പോൾ 28 കഴിഞ്ഞ്
അതൊരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ 28-ാം തീയതി ആയാലേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ 28-ാം തീയതി എന്താണെങ്കിലും ഈ മൂന്നാമത്തെ കേസിൽ സെഷൻ കോടതിയിൽ ഒരു വിധി ഉണ്ടാകും. അത് രാഹുലിന് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ജാമ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടാലും ഒക്കെയുള്ള വിധി 28-ന് പത്തനംതിട്ട ജില്ലാ കോടതി പറയുമെന്നാണ് കരുതുന്നത്. ഇനി അതും മാറ്റിവെക്കുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സാധ്യത കുറവാണ്. വിധി പറയാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പോൾ 2 തവണയായി അത് ഇങ്ങനെ മാറ്റിവെക്കുന്നു. കഴിഞ്ഞ 24-ന് അത് വിധി പറയാൻ ഇരുന്നതാണ്. അന്നാണ് ഈ പറയുന്ന കേസ് ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കാൻ അല്ലെങ്കിൽ സമർപ്പിക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ്. കാരണം രാഹുൽ ഒരു 2 ദിവസം കൂടി കൂടുതൽ കിടക്കട്ടെ. കേസ് ഡയറി നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ കോടതിക്ക് അത് പെട്ടെന്ന് പരിശോധിച്ച് വിധി പറയാനുമായിരുന്നു 24-ന്. പക്ഷേ അത് 24-നാണ് കോടതിയിലെത്തുന്നത്. ഈ 24-ന് കോടതിയിലെത്തിയത് കൊണ്ട് അത് പരിശോധിക്കാൻ സമയം വേണമെന്നുള്ളത് കൊണ്ടാണ് 28-ലേക്ക് മാറ്റിയത്. അപ്പോൾ അത് മനഃപൂർവ്വം വൈകിപ്പിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ കോടതിയെയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എങ്ങനെയെങ്കിലും 2 ദിവസം കൂടുതൽ കിടക്കട്ടെ എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയതൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 24-ാം തീയതി ഒരു പക്ഷേ കേസ് ഡയറി നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ കോടതി ജാമ്യം നൽകിയേനെ. അപ്പോൾ ആ ജാമ്യം നൽകും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന കേസ് ഡയറി കോടതിയിൽ സമർപ്പിക്കുന്നത് മാക്സിമം വൈകിപ്പിച്ച് ലേറ്റാക്കി അങ്ങനെ ഒരു 2 ദിവസം കൂടുതൽ രാഹുലിനെ അകത്തിടാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടത്തിയത്. എന്താണെങ്കിലും ആ ശ്രമം വിജയിച്ചിട്ടുണ്ട്. 28-ലേക്ക് കോടതി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 28-ാം തീയതി മറ്റന്നാളാവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 28-ന് സംഭവിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 28-ന് ഇനിയിപ്പോൾ എല്ലാം രാഹുലിന് അനുകൂലമായി കഴിഞ്ഞാൽ രാഹുൽ പുറത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തായിരിക്കും അയാളുടെ നിലപാടുകൾ, സമീപനങ്ങൾ, അയാൾ ഏത് രീതിയിൽ ഇതിനെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിലൊക്കെ അതിന് ശേഷമുള്ള സമയം നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അവിടെ സിറ്റിംഗ് സീറ്റുകളിലുള്ള അതുപോലെ സംവരണ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ആദ്യം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അവിടെയും പാലക്കാട് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനം ഉണ്ടാവില്ല, 2ാം ഘട്ടത്തിൽ മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യവുമായിട്ട് ചേർത്ത് വായിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ അയാൾ 28-ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് രാഹുൽ മാങ്കൂട്ടം കിടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. രാഹുൽ മിക്കവാറും കോൺഗ്രസ് നേതൃത്വവുമായിട്ട് പാർട്ടിക്ക് പുറത്താണെങ്കിലും അയാൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു തനിക്ക് അനുകൂലമാകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടം ശ്രമങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്ന തൻ്റെ അഭിഭാഷകനോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം രാഹുൽ വളരെ വൈകാരികമായിട്ടാണ്. കാരണം അയാൾ അത്രയേറെ പണിയെടുത്തിട്ടുണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ. അയാൾ മത്സരിക്കുവാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അയാൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ തനിക്ക് മത്സരിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായിട്ടറിയാം. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അയാൾ വളരെ വൈകാരികമായ ഒരു പ്രതികരണം നടത്തിയത്. താൻ പറഞ്ഞ കൂട്ടത്തിൽ രാഹുൽ പറഞ്ഞതാണ്, താൻ മറ്റൊന്നും കണ്ടിട്ടല്ല താൻ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നത്. തൻ്റെ പിതാവ് കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു. ആ അച്ഛൻ്റെ പാത കണ്ടിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രവർത്തനങ്ങളും ഈ രാഷ്ട്രീയവും ഒക്കെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് അഭിഭാഷകനോട് ഓർമ്മിപ്പിച്ച പഴയ കഥകളൊക്കെ സ്മരിക്കുന്നതും നമ്മൾ കേട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി സീറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ മറുകണ്ഠം ചാടിയോ മറ്റെവിടെയെങ്കിലും ഭാഗമായിട്ടോ ഒരു സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് അയാൾ ചിന്തിക്കുന്ന പോലുമില്ല, ആഗ്രഹിക്കുന്ന പോലുമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെ വരുമ്പോൾ ഇത്രയും ദിവസം നമ്മൾ കണക്ക് കൂട്ടിയതും നമ്മൾ പല വാർത്തകളും പുറത്തേക്ക് വന്നതുമൊക്കെ പ്രകാരം രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നുള്ള ആ ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ ഒരു ഘട്ടം താൻ ആലോചിക്കുന്നു പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇനി എന്താവുമെന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ഇനി ഒരു പക്ഷേ രാഹുൽ ഒരു സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ പാലക്കാട് സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ അയാൾ ഒരു സ്വതന്ത്ര മത്സരത്തിന് തയ്യാറായാലും നമ്മളതിൽ ആശ്ചര്യമില്ല. അങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോൺഗ്രസ് നിലവിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് രാഹുലിനെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഇനിയിപ്പോൾ അവിടെ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഒരു പക്ഷേ അങ്ങനെ ഒരു വിജയസാധ്യത കുറവുള്ള ഒരാളാണ് സ്ഥാനാർത്ഥി ആവുന്നതെങ്കിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം അയാളുടെ സ്ഥാനാർത്ഥിത്വം പലതിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ രാഹുലിൻ്റെ തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ്. പാർട്ടിയെ അയാൾ ഇപ്പോഴും ഈ ഒരു സെക്കൻഡിലും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, പാർട്ടിയാണ് എല്ലാം എന്ന് അയാൾ കരുതുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു നിലപാട് തന്നെയാണ്. വരും ദിവസങ്ങൾ 28-ന് ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ അതിനിർണായകമാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമുക്ക് ഇനി 28 കഴിഞ്ഞിട്ട് ഇതിലെന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്കുണ്ടാവും, ലഭിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു.